ഹലോ. അപ്പം നമുക്കൊരു ബാംഗ്ലൂർ മാർക്കറ്റിലൊരു ഡേ കണ്ടാലോ? ഞങ്ങൾ ബാംഗ്ലൂർ മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാനായിട്ട് മാത്രം പോയതല്ല. നമ്മളൊരു പേഴ്സണൽ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു. അപ്പോൾ എന്തായാലും തിരിച്ച് വരുന്ന 2 ദിവസം നമ്മളവിടെ സ്റ്റേ ചെയ്ത്. അപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പം എന്തായാലും അവിടം വരെയൊക്കെ പോയിട്ട് ബാംഗ്ലൂർ ഇതാണെന്ന് കാണാൻ വരുന്നത് മോശമല്ലേ? അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം 2 ദിവസം സ്റ്റേ ചെയ്തിട്ട് 3-ാമത്തെ ദിവസം കയറാൻ നേരം ഞങ്ങൾ വിചാരിച്ച മാർക്കറ്റ്, അതും ട്രെയിൻ ഡിലേ. അപ്പോൾ വിചാരിച്ച് മാർക്കറ്റൊക്കെ ഒന്ന് പോയി കണ്ട് എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ ഒന്ന് മേടിക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. മാർക്കറ്റിലൂടെ ചെന്നപ്പോൾ ഒട്ടും വൃത്തിയില്ല. നമ്മുടെ ഇവിടെയൊക്കെ എന്തോരം നീറ്റാ റോഡൊക്കെ. അവിടെയൊക്കെ റോഡിലോട്ടാ വേസ്റ്റൊക്കെ വലിച്ചു വാരി ഇടുന്നത്. പിന്നെ ഈ കാണുന്നത് എനിക്ക് തോന്നുന്നു അവരുടെ അമ്പലമാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളിവിടുത്തെ കണക്ക് അമ്പലം വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും കൊള്ളാം. നമ്മളിവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ടേക്കുന്ന നക്ഷത്രപ്പുളി അവരവിടെ വിൽക്കാനായിട്ട് വരും. ഇത് കണ്ടിട്ട് ഉത്സവപ്പറമ്പാണെന്നൊന്നും ആരും കരുതണ്ട. ടെക്സ്റ്റൈൽസിൻ്റെ ഫ്രണ്ടിലെ വെൽക്കം ഗേളാണ് നമ്മുടെ ഇവിടെ ആനയില്ലെന്നേ ഉള്ളൂ. പിന്നെ നമ്മളൊന്നും ടോപ്പ് നോക്കാൻ കയറി. പക്ഷേ ഭയങ്കര റേറ്റ്. ഇവിടുത്തേനേക്കാൾ റേറ്റും ഒന്നും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. കളക്ഷൻസ് ഇല്ല. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ അവിടെ റോഡിൽ നമുക്ക് നിൽക്കാൻ സ്ഥലമില്ല. വണ്ടിയൊക്കെ ചീറിപ്പായി വന്ന് നമ്മൾ വേണേ ഒതുങ്ങിക്കോണം. എനിക്ക് തോന്നുന്നു അവിടെയുള്ള ആളുകൾക്ക് വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടെന്ന് അറിയത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ നടക്കുന്നതിൻ്റെ അടുത്തൂടെ തന്നെ എന്തുമാത്രം കാലും എന്തുമാത്രം വണ്ടിയും പോകുന്നുണ്ട് നിങ്ങളും സെർച്ച് ചെയ്ത് നോക്കണം. പിന്നെ ഫ്രൂട്ട്സ്, അത് നല്ല ഫ്രൂട്ട്സ് ആണോ ഫ്രഷ് ആണോന്നൊന്നും അറിയത്തില്ല, കട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇത് കണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് പ്ലാസ്റ്റിക് വെച്ചേക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു ഭംഗിയായിരുന്നു. നേരിട്ട് കാണുന്ന അടിപൊളി കളറായിരുന്നു കേട്ടോ. ആ വയലറ്റും പിങ്കൊക്കെ അടിപൊളിയായിരുന്നു. ഇത് ഞാൻ പണ്ടെങ്ങാണ്ട് ആ റോസ, അങ്ങനത്തെ റോസൊക്കെ കണ്ടത്. ഇത് നമ്മുടെ ഉരുളിക്കകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പുതിയ വീട്ടിലൊക്കെ നമ്മൾ ഷോയ്ക്ക് വെക്കത്തില്ലേ, അങ്ങനത്തെ ആയിട്ട് ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഈ റോസാപ്പൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിത് പണ്ട് കുഞ്ഞിലേ പഠിക്കുന്ന ടൈമിലെങ്ങാണ്ട് കണ്ടതാണ് ഈ റോസാപ്പൂ ഇങ്ങനത്തെ കളറുള്ളത്. ഇത് നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നൊരു മെഷീൻ പോലത്തെ സാധനം കേട്ടോ. ഞങ്ങളത് ഒരെണ്ണം മേടിച്ച്, നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി, അതുകൊണ്ട് മേടിച്ചൊരെണ്ണം. പിന്നെ വെള്ളത്തിനൊരു കുപ്പി എടുത്ത് എനിക്കല്ല അമ്മയ്ക്കൊരു കുപ്പി എടുത്ത് വെള്ളം കൊണ്ടുപോകാനൊക്കെ. അപ്പോൾ അമ്മയ്ക്ക് ബാഗ് വേണം. പിന്നെ നമ്മൾ ബാഗ് മേടിക്കാൻ കയറി. ഏതായാലും ബാഗ് നമുക്ക് ലാഭത്തിനാണ് കിട്ടിയത്. ഇവിടെ നമ്മൾ 100-500 കൊടുത്ത് മേടിക്കുന്ന ബാഗ് അമ്മ പറഞ്ഞാൽ 300 സംതിങ് രൂപയ്ക്ക്, 300 സംതിങ് അല്ല 300 രൂപയ്ക്ക് കിട്ടി അമ്മയ്ക്ക്. അതിൻ്റെ കുറച്ച് ജാട കാണിപ്പാണ്. കുറേ നേരം അവിടെയൊക്കെ നടന്ന് ചുറ്റിയിരുന്ന് ആവശ്യമുള്ള സാധനങ്ങളെ മേടിച്ചുള്ളൂ. അനാവശ്യമായിട്ടൊന്നും മേടിച്ചില്ല. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് കയറി. ഫുഡൊന്നും കഴിക്കാതായിരുന്നു നമ്മൾ പോയത്. രാവിലെ ഇറങ്ങിയതാണ്, ഫുഡ് കഴിച്ചില്ല. വൈകുന്നേരം 5 മണി 5:30 ആയപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച്. നമ്മുടെ ട്രെയിൻ 6:30-7 മണിക്കായിരുന്നു.